നല്ല ആയുസ്സും ആരോഗ്യം കൊടുക്കണമേ ദേവി. അമ്മേ, നമുക്കിനി വിദ്യാമ്മയെ കാണാം. വാ മോളെ. വാ. വിദ്യാമ്മേ, ദേവിയോട് നല്ലതുപോലെ പ്രാർത്ഥിച്ചല്ലോ മോള്. എന്നെ രക്ഷിച്ച ദേവിയോട് ഞാൻ നന്ദി പറയണ്ടേ വിദ്യാമ്മേ? വിദ്യാമ്മേ, എന്റെ മോളെ ദേവി അനുഗ്രഹിച്ചു. ജാതകത്തിൽ പറഞ്ഞ ആയുഷ്ഭംഗം ഇവള് മറികടന്നെന്നാ എന്റെ വിശ്വാസം. ഇനിയൊക്കെ ആശുപത്രിയിലെത്തി പരിശോധന കഴിഞ്ഞാലേ അറിയാൻ പറ്റൂ. പേടിക്കണ്ട തിരുമേനി. മഹാദേവന്റെയും അമ്മ മൂകാംബികാ ദേവിയുടെ അനുഗ്രഹത്താൽ ശിവപ്രിയ മോൾക്ക് ഇനി ഒരു കുഴപ്പവും സംഭവിക്കില്ല. ദീർഘായുസുള്ളവളായിരിക്കും. വിദ്യാമ്മയോടും വാസുകി ഡോക്ടറോടും ദേവൂട്ടിയോടും എത്ര നന്ദി പറഞ്ഞാലും ഞങ്ങൾക്ക് മതിയാവില്ല. നിങ്ങളുടെയൊക്കെ സഹായവും സ്നേഹവും ഇല്ലായിരുന്നെങ്കിൽ എന്റെ പൊന്നുമോള്. ഞങ്ങളോട് നന്ദി പറയേണ്ട ഒരു ആവശ്യമില്ല തിരുമേനി. ഞാൻ പറഞ്ഞിട്ടില്ലേ, ഞങ്ങളൊക്കെ സാക്ഷാൽ മൂകാംബികാ ദേവി ശിവപ്രിയയ്ക്ക് വേണ്ടി കരുതി വെച്ച നിയോഗങ്ങളാണ്. അതുകൊണ്ട് നന്ദിയും പ്രാർത്ഥനയും ദേവി സമക്ഷത്ത് മാത്രം മതിയാവും. വിദ്യാമ്മേ, ശിവപ്രിയ മോൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച പോലെ വിദ്യാമ്മ എന്റെ മോന്റെ അസുഖം ഭേദമാവാനും ദേവിയോട് പ്രാർത്ഥിക്കണം. വിദ്യാമ്മ പ്രാർത്ഥിച്ച അതിന് ഫലം ഉണ്ടാവുമെന്ന് എനിക്കിപ്പോ നല്ല വിശ്വാസമുണ്ട്. ഇനി വരൂ. എന്റെ പ്രാർത്ഥന ഇവന് വേണ്ടിയും ഉണ്ടാവും. അസുഖങ്ങളെല്ലാം ഭേദമായി നല്ല മിടുക്കനായിട്ട് വരും കേട്ടോ. ഹലോ, നിങ്ങളിപ്പോ എവിടെയാ? രാഹുൽ, നിങ്ങൾ എത്തിയോ? കീർത്തന സിത്താരയ്ക്ക് എന്ത് പറയുന്നു? എന്ത് ചെയ്യാനാ രാഹുൽ, ഞാൻ മാക്സിമം പറഞ്ഞതാ. പക്ഷെ അച്ഛനും അമ്മയെ സമ്മതിക്കണ്ടേ? അവർക്ക് ഇപ്പൊ തന്നെ മൂകാംബിക പോണോന്ന്. ആഹാ, ചേച്ചി ഇതുവരെ റെഡിയായില്ലേ? റെഡി ആയോട്ടോ. ഞാൻ വരുന്നില്ല, നിങ്ങളങ്ങ് പോയിട്ട് വന്നാ മതി. അതെന്ത് കഷ്ടോ ചേച്ചി, എല്ലാവരും കൂടി പോവാന്നല്ലേ തീരുമാനിച്ചേ? ചേച്ചി മാത്രം ഇവിടെ ഒറ്റയ്ക്കാക്കി പോയാ ഞങ്ങൾക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല. ചേച്ചി വന്നേ പറ്റൂ. ഓ, ഞാൻ പോകാനിരുന്നതേ മൂകാംബികയ്ക്കല്ല, എന്റെ ഫ്രണ്ട്സിന്റെ ഒപ്പം അങ്ങ് ഗോവയ്ക്ക. ഓ, ആ ട്രിപ്പ് അങ്ങ് നൈസായിട്ട് നീയും അച്ഛനും അമ്മയും കൂടെ അങ്ങ് മിസ്സാക്കിയല്ലോ. അതിലും നല്ലൊരിടത്തേക്കല്ലേ നമ്മൾ പോകുന്നത്, അതും ആദ്യമായിട്ട്. എന്താ നീ ഇതുവരെ റെഡിയാത്തത്? ദേ അച്ഛൻ അവിടെ തിരക്ക് കൂട്ടുന്നുണ്ട്. ചേച്ചി വരുന്നില്ലെന്നാ പറയുന്നത്. വരുന്നില്ലെന്നോ? പിന്നെ നീ ഇവിടെ തനിച്ചിരുന്ന് എന്ത് ചെയ്യാൻ പോവാ? ദേ ആര്യേ, നല്ലൊരു കാര്യത്തിന് ഇറങ്ങുമ്പോ വെറുതെ ഉടക്കുണ്ടാക്കാൻ നിൽക്കരുത്. എന്നെ സംബന്ധിച്ച് ഇതൊരു നല്ല കാര്യമായിട്ട് തോന്നുന്നില്ല. ഫ്രണ്ട്സിനൊപ്പം ഗോവയ്ക്ക് പോണെന്ന കാര്യം ഞാൻ അമ്മയോട് നേരത്തെ പറഞ്ഞതല്ലേ. അതൊക്കെ ഇനിയൊരിക്കലാവാലോ. എത്ര നാൾ ആഗ്രഹിച്ചതാണെന്ന് അറിയോ? വെക്കേഷൻ ഇത്തവണയെങ്കിലും മൂകാംബിയെ പോയി ദേവിയെ കണ്ടു തൊഴണോന്ന്. ഞാൻ സമ്മതിക്കാം. പക്ഷെ മൂകാംബികയെ തൊഴുതിറങ്ങിയതിനു ശേഷം അവിടെ നിന്ന് ഗോവയ്ക്ക് വിടോ? ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ ജോയിൻ ചെയ്തോളാം. നോ നോ, അങ്ങനെ നിന്നെ തനിച്ച് എങ്ങോട്ടും വരുന്ന പരിപാടിയില്ല. നീ മര്യാദയ്ക്ക് പറയുന്ന കേക്ക്. ഇത്തവണ നമ്മൾ 4 പേരും കൂടി മൂകാംബികയ്ക്ക് പോകുന്നു, ദേവിയെ കണ്ടു തൊഴുന്നു. ഇനി നിനക്ക് ഫ്രണ്ട്സിന്റെ കൂടെ അടിച്ചു പൊളിക്കണമെങ്കിൽ അത് മറ്റൊരവസരത്തിലായിക്കോ. ഇനി ഒരു അവസരം കിട്ടാനൊന്നും പോകുന്നില്ല. വെക്കേഷൻ കഴിഞ്ഞ് എല്ലാവരും പല വഴിക്ക് പിരിയാ. ഓക്കെ, അതെന്തെങ്കിലും ആവട്ടെ. ഇപ്പൊ നീ ഞങ്ങൾ പറയുന്ന കേക്ക്. വേഗം റെഡിയാവ്, നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് ഇറങ്ങണം. അതില്ലേ, നീ റെഡിയായെങ്കിൽ ബാഗൊക്കെ എടുത്ത് കാറി കൊണ്ടുപോയിക്കേ.
എത്ര നാളത്തെ ആഗ്രഹമായിരുന്നു ഈ യാത്ര. ശരിയാ, എത്ര തവണ നമ്മൾ പ്ലാൻ ചെയ്തതാ. പക്ഷെ അപ്പോഴൊക്കെ എന്തെങ്കിലും തടസ്സം വരും. അത് വെറുതെ ഉണ്ടാകുന്ന തടസ്സങ്ങളൊന്നുമല്ല, സാക്ഷാൽ ദേവിയായിട്ട് തന്നെ മുടക്കുന്നതാ. അതെന്താ അച്ഛാ അങ്ങനെ? അതങ്ങനെയാ മോളെ. ദേവി സമ്മതിച്ചാൽ മാത്രമേ ആർക്കും മൂകാംബിക ദർശനം സാധ്യമാവുകയുള്ളൂ. അതിന് സമയമാകുമ്പോഴായിരിക്കും എല്ലാ തടസ്സങ്ങളും മാറി നമുക്ക് അവിടെ എത്താനുള്ള യോഗം ഉണ്ടാവുക. ആ അത് ശരിയാ, അങ്ങനെ ഞാനും കേട്ടിട്ടുണ്ട്. ഈ ചേച്ചി എന്താ ആകെ ഡെസ്പായിരിക്കുന്നേ? ചേച്ചിക്ക് ആഗ്രഹമില്ലേ മൂകാംബികയിലെ സരസ്വതി മണ്ഡപത്തിൽ ഇരുന്ന് പാടണോന്ന്? നമ്മളെ പാട്ട് പഠിപ്പിച്ചപ്പോ തന്നെ ഞാൻ ആഗ്രഹിച്ചതാ എന്തെങ്കിലും മൂകാംബികയിലെ സരസ്വതി മണ്ഡപത്തിലിരുന്ന് പാടാൻ പറ്റിയെങ്കിലെന്ന്. ഓ, ഇനി അവിടെ പോയി പാടാത്തതിന്റെ കുഴപ്പമേ ഉള്ളൂ. നീ ഒന്ന് അടങ്ങിയിരിക്കും പെണ്ണെ. മനുഷ്യനോട് ആകെ ഡെസ്പായിരിക്കുമ്പോഴാ അവളുടെ ഒരു... ചേച്ചി എന്തിനാ ഇങ്ങനെ ഡെസ്പ് അടിക്കുന്നേ? ഗോവയ്ക്ക് പോകാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് മൂകാംബികയിൽ വരാൻ പറ്റിയില്ലേ? അതിൽ സന്തോഷിക്കല്ലേ വേണ്ടത്? എനിക്ക് ഗോവയ്ക്ക് പോകുന്നതാ വലിയ കാര്യം. എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഇപ്പൊ അവിടെ അടിച്ചു പൊളിക്കുമായിരിക്കും. ഈ വെക്കേഷൻ ആകെ ആഗ്രഹിച്ചിരുന്ന ഒരു ട്രിപ്പാ അത്. പോട്ടേച്ചി, അതിലും വലുതല്ലേ മൂകാംബിക ദർശനം? അതിലും വലുതായിട്ട് എനിക്ക് തോന്നുന്നില്ല. നിനക്കറിയോ, എന്റെ ഫ്രണ്ട് നന്ദന മൂകാംബികയിൽ അരങ്ങേറ്റം കുറിക്കാൻ വേണ്ടി അവളുടെ അച്ഛനമ്മയെ വാശി പിടിച്ചോണ്ടിരിക്കുക. അതുപോലും ഉപേക്ഷിച്ച് അവൾ എല്ലാവർക്കും ഒപ്പം ഗോവയ്ക്ക് പോയി. ഞാനും അത് ആഗ്രഹിച്ചിരുന്നതാ. പക്ഷെ ഞാൻ മാത്രം മിസ് ചെയ്തു. അത് പോട്ടെ ചേച്ചി, മൂകാംബികയിൽ ചെന്ന് ദേവിയെ കണ്ട് തൊഴുമ്പോ ചേച്ചിയുടെ എല്ലാ സങ്കടങ്ങളും മാറിക്കോളും. ഓ പിന്നെ, ആ ട്രിപ്പ് പോലെയാണോ ഇത്? ഇത് വെറും തീർത്ഥാടനമല്ലേ? കുറെ ഡിവോഷണൽ സോങ്ങും കേട്ട് ഗ്ലൂമി ആയിട്ട് പോവാന്നല്ലാതെ ഇതുകൊണ്ട് എന്ത് പ്രയോജനം? ദൈവദോഷം പറയല്ലേ മോളെ. ഈ യാത്ര സാക്ഷാൽ ദേവിയെ കാണാനുള്ള യാത്രയാ, അത് മറക്കരുത്.